ബ്രഹ്മാദിയോഗിമുനിസേവിതസിദ്ധമന്ത്രം ദാരിദ്ര്യദുഃഖഭവരോഗ വിനാശമന്ത്രം സംസാരസാഗര സമുദ്ധരണൈകമന്ത്രം വന്ദേ മഹാഭയകരം രഘുരാമമന്ത്രം. അഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശൃംഗാരം ക്ഷിതിനന്ദിനി വിഹരണേ വീരം ധനുർഭഞ്ജനേ കാരുണ്യം ബലിഭോജന അദ്ഭുതരസം സിന്ധുഗിരിസ്ഥാപനേ ഹാസ്യം ശൂർപ്പണഖാമുഖേ ഭയവഹേ ബീഭത്സമന്യാമുഖേ രൗദ്രം രാവണമർദ്ദനേ മുനിജനേ ശാന്തം വപു പാഹാതുന. ശ്രീരാമചന്ദ്ര പ്രഭു പാഹി പാഹി. ആഞ്ജനേയ സ്വാമിക്ക് ജയ. അവരിങ്ങനെ മിഥിലയിലേക്കുള്ള യാത്ര ഇങ്ങനെ തുടങ്ങുന്ന ഭാഗത്തോടുകൂടിയല്ലേ മഹർഷി വിവരണം തുടരുന്നത്. ആ രണ്ട് സഹോദരന്മാരോട് മഹർഷി പറഞ്ഞു കൊടുത്ത കഥകളും അതുപോലെ ജനകനോട് വിശദമായി പറഞ്ഞു. ആ കഥകളൊക്കെ ജനക മഹാരാജാവിനോട് ഇദ്ദേഹം പറഞ്ഞു. ആര്? നമ്മുടെ വിശ്വാമിത്ര മഹർഷി. അഹല്യയുടെ പൗത്രീകരണത്തിന്റെയും വിമോചനത്തിന്റെയും കഥ പറഞ്ഞു. അപ്പൊ സദാനന്ദൻ അളവറ്റ ആശ്ചര്യത്തിലധികം അദ്ദേഹം പെട്ടെന്ന് ഉച്ചത്തിൽ ചോദിച്ചു, എന്ത്, എന്റെ അമ്മ ശാപത്തിൽ നിന്ന് മോചിതയായോ? അഹല്യയുടെ മകനാണ് സദാനന്ദൻ. ഈ ദിവ്യ വ്യക്തികൾ എന്റെ മാതാവിനെ പരിശുദ്ധിയാക്കിയോ? പിന്നീട് അവരെ പിതാവിനെ തിരികെ ഏൽപ്പിച്ചു. സംശയരഹിതമായും അവർ ദിവ്യന്മാർ തന്നെയാണെന്ന് ആര് പറയുന്നു? സദാനന്ദൻ. ഈ ജനകന്റെ കുലഗുരുവായ സദാനന്ദൻ അഹല്യയുടെയും ഗൗതമന്റെയും പുത്രനാണ്. കൃതജ്ഞതയുടെയും ആനന്ദത്തിന്റെയും ബാഷ്പപ്രവാഹം കവിൾത്തടത്തിലെങ്ങനെ ഒഴുകിയാണ് സദാനന്ദന്. അദ്ദേഹം വികാരാധീനം സ്തംഭിച്ചുപോയി. വിശ്വാമിത്രൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, മകനെ, ഇതുവരെ നടന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഇത്രയും വികാരാധീനനാകേണ്ടതില്ല കേട്ടോ. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇവയേക്കാൾ എത്രയോ അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കാനിരിക്കുകയാണ്. അവയുടെ അമാനുഷ പ്രഭാവം ആശ്ചര്യത്തിനും ആനന്ദ നിർവൃതിക്കും കാരണമാകും. നാളെയോ മറ്റന്നാളോ താങ്കളുടെ അമ്മയും അച്ഛനും മിഥിലാനഗരിയിൽ വരും. രാമലക്ഷ്മണന്മാരുടെ അത്ഭുതകരമായ കഥ താങ്കൾക്ക് അവരിൽ നിന്നും കേൾക്കാം. പോരെ? അതുവരെ അങ്ങ് ശാന്തനായിരിക്കൂ എന്ന് പറഞ്ഞു ശതാനന്ദനോട്. ശതാനന്ദൻ ഇത് കേട്ടപ്പോൾ ജനക ചക്രവർത്തി പറഞ്ഞു, ഗുരു, ഇത്രയും ദിവ്യത്വമുള്ള കുട്ടികളുടെ മാതാപിതാക്കന്മാർ എത്ര ധന്യാത്മാക്കളാണല്ലേ. നിങ്ങൾ എല്ലാവരും എൻ്റെ വസതിയിലേക്ക് പ്രവേശിച്ചു എന്നതുകൊണ്ട് തന്നെ ഞാൻ എത്ര ഭാഗ്യവാനാണ്. അദ്ദേഹം രാമന്റെയും ലക്ഷ്മണന്റെയും നേരെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. കുട്ടികളെ വിളിക്കുന്നതാണ് എങ്ങനെയാ? ഓമനകളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ വസതി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചതോ നിങ്ങളുടെ അന്തസ്സിന് യോജിച്ചതോ ആയിട്ടില്ലെങ്കിൽ മാപ്പ് തരണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഉചിതമായ വസതികൾ സൗകര്യപ്പെടുത്തുവാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പക്ഷം നിങ്ങൾ മിഥിലയിൽ പരിചയമില്ലാത്തവരായതുകൊണ്ട് നഗരത്തിലെ കാഴ്ചകൾ കാണാൻ ഞാൻ ഏർപ്പാട് ചെയ്യാൻ രാമ എന്ന് ആര് പറയുന്നു? ജനക മഹാരാജാവ് ശ്രീരാമചന്ദ്രനോടും ലക്ഷ്മണകുമാരനോടും പറയുകയാണ്. അപ്രകാരം നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടനാവുകയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് സൗകര്യം പോരാ, കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു വസതി വേണം നിങ്ങൾ പറയുകയാണെങ്കിൽ കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് അതിനനുസരിച്ച ഭവനങ്ങൾ തരാം. അതെനിക്ക് സന്തോഷം മാത്രമേ തരുള്ളൂ എന്ന് ഇദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. അപ്പൊ സദ്ഭാവത്തോടും വിനയത്തോടുമുള്ള മാതൃകാപരമായി വാക്ക് കേട്ട സമയത്ത് രാമൻ എന്ത് പറഞ്ഞുന്നോ?
ജനക മഹാരാജാവിന്റെ നേരെ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട ആദരവിനെ പ്രകടമാക്കുന്ന രീതിയിൽ തന്നെ ശ്രീരാമചന്ദ്ര പ്രഭു മറുപടി നൽകുകയാണ്. എന്താതെന്നോ? രാമൻ പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ വെറും കുട്ടികളല്ലേ. അങ്ങ് ചെയ്ത ഏർപ്പാടുകളിൽ കൂടുതലൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി മറ്റു സ്ഥലത്തോ മറ്റു വല്ലതുമോ സൗകര്യപ്പെടുത്താൻ ബുദ്ധിമുട്ടേണ്ടതായിട്ടുമില്ല. എന്നിരുന്നാലും അങ്ങേക്ക് അത്രയും വർദ്ധിച്ച സ്നേഹം ഞങ്ങളോടുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള ഒരു ആഗ്രഹം നിറവേറ്റാൻ അങ്ങേക്ക് ശ്രമിക്കാം എന്ന് ശ്രീരാമചന്ദ്രൻ ജനക മഹാരാജാവിനോട് പറയുകയാണ്. അതെന്താണെന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കാതെ അദ്ദേഹം ഒരു വിശ്വാമിത്രന്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ മഹർഷി പറഞ്ഞു, ജനക, അയോധ്യയിൽ നിന്നും ഈ കുട്ടികൾ എന്നോട് ഒന്നിച്ച് എന്തിനു വന്നുവോ ആ കാര്യം നിർവഹിച്ചു കഴിഞ്ഞു. ഞാൻ നടത്താൻ ഉദ്ദേശിച്ച യത്നം യാതൊരു അശുദ്ധിയും കൂടാതെ നടന്നു കഴിഞ്ഞപ്പോൾ രാമനും ലക്ഷ്മണനും തിരിച്ചു പോകാൻ ധൃതി കൂട്ടി എന്നോട്. പോകാനുള്ള അനുവാദത്തിന് അപേക്ഷിച്ചു എന്നോട്. ഇതിനിടയിലാണ് താങ്കൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള യത്നത്തിൽ സംബന്ധിക്കാനുള്ള ക്ഷണം എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ മിഥിലേക്ക് വരാൻ ഞാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. തൻ്റെ പിതാവ് എൻ്റെ ആശ്രമത്തിൽ വെച്ച് നടക്കുന്ന യജ്ഞത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് തന്നെ അയച്ചതെന്നും അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും അച്ഛനിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ശരിയല്ലെന്നും അതുകൊണ്ട് തന്നെ മിഥിലേക്ക് വരാൻ മടിയുണ്ടെന്നും രാമചന്ദ്രൻ എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ താങ്കളുടെ കൈവശമുള്ള അനേകം ദിവ്യായുധങ്ങളെപ്പറ്റി ഞാൻ അവരോട് സംസാരിച്ചു. അത്തരം അപൂർവമായ ആയുധങ്ങൾ കാണുവാനും പ്രയോഗിക്കുവാനും അവർക്ക് പ്രകൃതിയാ താല്പര്യവും കൗതുകവുമുണ്ട്. അവർ നിശ്ചയമായും കാണേണ്ടതായ താങ്കളുടെ അധീനത്തിലുള്ള ശൈവചാപത്തെപ്പറ്റി ഞാൻ അവരോട് വർണ്ണിച്ചു. അതുമാത്രമല്ല മഹാരാജാവേ, ഞാൻ അതിൻ്റെ കഥയും പറഞ്ഞു കൊടുക്കേണ്ടായി. അപ്പോൾ അത് കാണണമെന്നുള്ള ആഗ്രഹം മൂലം എൻ്റെ കൂടെ ഇവിടേക്ക് വരാൻ അവർ സമ്മതിച്ചു. അവർക്ക് നഗരം ചുറ്റിക്കാണാനോ രസകരമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനോ ആഗ്രഹമില്ല. വില്ലുകൾ, അസ്ത്രങ്ങൾ, ശിഷ്ടരക്ഷണത്തിനും ദുഷ്ടശിക്ഷണത്തിനും പ്രയോജനപ്പെടുത്തുന്ന ആയുധങ്ങൾ, ഇവയാണ് അവരുടെ ശ്രദ്ധയിൽ ആദ്യ പരിഗണന അർഹിക്കുന്നത് എന്ന് പറഞ്ഞു വിശ്വാമിത്രൻ ജനക മഹാരാജാവിനോട്. ജനകനാണെങ്കിലോ കൂടുതൽ കേൾക്കണ്ടെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞു, ആ കാര്യത്തിൽ കാലവിളംബം കൂടാതെ ശൈവചാപം യജ്ഞശാലയിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. അവിടെ അതെത്തിക്കാനുള്ള ശുഭമുഹൂർത്തത്തെപ്പറ്റി ഗുരു ശതാനന്ദനോട് ആലോചിക്കുവാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. എന്നിട്ടെന്തായെന്നോ? ഇടക്കുള്ള സമയത്ത് രാമൻ ജനകനോട് ചോദിക്കുകയാണ്, മഹാരാജാവേ, ഈ ദിവ്യജാപം അങ്ങയുടെ അധീനതയിൽ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് ഞങ്ങളോട് പറയാമെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആനന്ദമുണ്ടാകും. അപ്പൊ എല്ലാം വിശദീകരിച്ചു പറഞ്ഞു ജനക മഹാരാജാവ്. വത്സന്മാരെ, രാമ, ലക്ഷ്മണ, കേട്ടോളൂ. എൻ്റെ വംശത്തിലെ മഹാനും പൂർവികനുമായ നിമിക്ക് ശേഷം 6 പുരുഷാന്തരങ്ങൾ കഴിഞ്ഞ് ദേവരഥൻ എന്നൊരു രാജാവ് ഈ രാജ്യം ഭരിക്കേണ്ടായി. അദ്ദേഹത്തിന്റെ രാജധാനിയിൽ ദേവന്മാർ വിശ്വാസത്തോടെ ഈ ശൈവജാപം സൂക്ഷിക്കുകയുണ്ടായി. അതിൽ പിന്നെ അത് അവിടെ തന്നെ ആയി. അത് ദേവകളുടെ ആയുധമാണ് കുഞ്ഞെ. അതുകൊണ്ട് അതൊരു സാധാരണ ജാപമല്ലെന്ന് ഞാൻ ഉറപ്പായി പറയുന്നു രാമ. അനേകായിരം തോല ഭാരമുണ്ട് അതിന്. ഇതുവരെ ഒരാളും അത് നിവർത്തിപ്പിടിച്ചിട്ടില്ല, പറ്റിയിട്ടില്ല ആർക്കും. കാരണം അത്രയും ഘനം ആർക്ക് ഉയർത്താൻ കഴിയും? ആ വില്ല് കുലക്കുവാനോ ഉയർത്തിപ്പിടിക്കാനോ ആർക്ക് കഴിയുമെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ പലവരും ശ്രമിച്ചിട്ടുണ്ട് രാമ. ശ്രമിച്ചു നോക്കാൻ ആളുകളെ ക്ഷണിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് ചെയ്യാൻ കഴിയുന്ന ആളെ ഇനിയും കാണാനിരിക്കുന്നു. അതിനായി ശ്രമിച്ച എല്ലാ രാജാക്കന്മാരും രാജകുമാരന്മാരും പരാജയപ്പെട്ട് അപമാനിതരായി മടങ്ങുകയാണ് ഉണ്ടായത് രാമ. അവർക്ക് വില്ല് കുലക്കുവാനോ തെല്ലെങ്കിലും നീക്കാനോ കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ യത്നം ചെയ്യാൻ തീരുമാനിച്ച ഭൂമി ഉഴുതുകൊണ്ടിരുന്ന സമയത്ത് ഉഴവുചാലിൽ ഒരു പെട്ടി എൻ്റെ ദൃഷ്ടിയിൽ പെടുകയുണ്ടായി. ഞാനതെന്ത് ചെയ്തെന്നോ, അവിടുന്ന് എടുത്ത് മാറ്റി പരിശോധിച്ച സമയത്ത് അതിൽ അതികോമളയായ ഒരു പെൺകുഞ്ഞിനാണ് ഞാൻ കണ്ടത്. സീതയിൽ നിന്നും ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ അവൾക്ക് സീത എന്ന് പേരിട്ടു രാമ. സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി. ഒരു ദിവസം അവൾ കൂട്ടുകാരികളുമായി കളിച്ചു കൊണ്ടിരിക്കെ കുഞ്ഞിന്റെ കളിക്കോപ്പ് ഉരുണ്ടുരുണ്ട് ഈ വില്ല് വെച്ചിരുന്ന പെട്ടിയുടെ അടിയിൽ ചെന്ന് പെട്ടു.
പല സൂത്രങ്ങളും പ്രയോഗിച്ച് അവർ അതെടുക്കാൻ ശ്രമിച്ചു. പന്ത് പെട്ടിക്കടിയിലേക്ക് തന്നെ ഉരുണ്ടുരുണ്ടു പോയി. പക്ഷേ ഞങ്ങളുടെ കൊച്ചുമോളുണ്ടല്ലോ സീത, കൂട്ടുകാരികളുടെയും രക്ഷാഭടന്മാരുടെയും വൃഥാശ്രമങ്ങൾ കണ്ട് ചിരിക്കുകയാണ് ചെയ്തത്. ചിരിയോട് ചിരി സീത. തൻ്റെ ഇളം കൈകൊണ്ട് അവൾ ആ പെട്ടി നീക്കി കളിക്കോപ്പ് കൈക്കലാക്കി. എല്ലാവരും ആശ്ചര്യപ്പെട്ടുപോയി രാമ. ആ സമയം അത് കണ്ടു നിന്ന് അത്ഭുതസ്തബ്ധരായ ആളുകളിൽ നിന്നാണ് രാജ്ഞിമാർ ഇതറിഞ്ഞത് തന്നെ. അവരിൽ നിന്ന് ഞാനതറിയുകയും ചെയ്തു. ഈ വില്ല് വളച്ച് ഞാൻ കെട്ടി അർഹത തെളിയിക്കുന്ന വീരന് സീതയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആ ദിവസം ഞാൻ നിശ്ചയിച്ചു രാമ. സീതയെ പരിണയിക്കുന്നതിന് പല രാജകുമാരന്മാരും വില്ലെടുക്കാനും വളയ്ക്കാനും ശ്രമിച്ചു നോക്കിയിട്ടുമുണ്ട്. പക്ഷേ അവർക്കെല്ലാം അപമാനകരമായ പരാജയം അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് രാമ. അവർ വ്രണിത ഹൃദയരായി. അവരെ ഞാൻ കരുതിക്കൂട്ടി അപമാനിച്ചതാണെന്ന് അവർ പറഞ്ഞു. നിരാശയിലാണ്ട അവർ ഒന്നിച്ചുകൂടി തങ്ങളുടെ സൈന്യങ്ങളെ ചേർത്തുകൊണ്ട് മിഥിലയെ ആക്രമിച്ചു രാമ. ആ നിരോധം ഉണ്ടല്ലോ 1 വർഷക്കാലം നിലനിന്നു. അതിന്റെ ഫലമായി എൻ്റെ ആയുധശേഖരമെല്ലാം നശിച്ചു രാമ. മിഥിലാ നഗരിയുടെ വിധിയെപ്പറ്റി ഞാൻ വല്ലാതെ വ്യാകുലപ്പെട്ടു. ദേവന്മാരുടെ അനുഗ്രഹം തേടുവാൻ തപസ് ചെയ്യുകയല്ലാതെ എനിക്ക് ഗത്യന്തരമില്ലായിരുന്നു രാമ. ദേവന്മാർ എന്നിൽ സന്തുഷ്ടരായി. ഗജം, രഥം, തുരകം, കാലാൾ എന്നീ 4 അംഗങ്ങൾ അടങ്ങിയ സൈന്യത്തിന്റെ സഹായം ഉടനെ എത്തുമെന്ന് എന്നെ അനുഗ്രഹിച്ചു അവർ. അതായത് നിരോധിക്കുന്ന സൈന്യങ്ങളുടെ പിന്നിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് എനിക്ക് സൈന്യ സഹായം ലഭിച്ചു രാമ. അവർ പിന്നിൽ നിന്ന് ആക്രമിച്ചതോടെ ശത്രു സൈന്യം ചിന്നിച്ചുതറി. ഈ പ്രതീകാപരമായ സൈനിക പ്രവർത്തനത്തിനിടയിൽ എനിക്ക് വില്ല് സൂക്ഷിക്കുവാൻ കഴിഞ്ഞു. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാനിത് കാത്തു രക്ഷിച്ചു രാമ. അതിൻ്റെ അസാധാരണമായ ശക്തി വർണ്ണനാതീതമാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനക മഹാരാജാവ്. രാമചന്ദ്ര, നിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് ഞാൻ നിഷേധിക്കുകയില്ല. നീ സമ്മതിക്കുകയാണെങ്കിൽ വില്ല് യജ്ഞശാലയിലേക്ക് കൊണ്ടുവരും. ആർക്കെങ്കിലും വില്ലുയർത്തി വളയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാമെന്ന് ഞാൻ അറിയിക്കുകയും ചെയ്യും ട്ടോ. ജനകൻ അധികൃതമായി സംസാരിച്ചപ്പോൾ രാമനും ലക്ഷ്മണനും പരസ്പരം നോക്കിയെങ്കിലും ഒന്നും മറുപടി പറയുകയുണ്ടായില്ല. കാരണം അവർ ഇതുവരെ അനുസരിച്ചു വന്ന ഗുരുവിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ആ സഹോദരന്മാരുടെ ശക്തിയും വൈഭവവും മനസ്സിലാക്കിയ വിശ്വാമിത്രൻ ജനകൻ അഭിപ്രായപ്പെട്ടതുപോലെ നടത്തുവാൻ കഴിയുമെന്നും അദ്ദേഹത്തിന്റെ മാർഗത്തിൽ എന്തെങ്കിലും പ്രതിബന്ധമുണ്ടാകുമെന്ന ആശങ്കയെ ആവശ്യമില്ലെന്നും പറഞ്ഞു. വില്ല് കുലച്ച് ഞാൻ കെട്ടുന്നവന് മാത്രമേ സീതയെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂവെന്ന് താൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇപ്പോൾ യജ്ഞശാലയിൽ കൊണ്ടുവരപ്പെടുന്ന വില്ല് കുലക്കുന്നതിൽ വിജയിക്കുന്നവർ ആരായാലും ശരി അദ്ദേഹത്തിന് സീതയെ നൽകുന്നതാണെന്ന് ജനകൻ പ്രഖ്യാപിച്ചു. വീണ്ടും ആ നടപടിയും വിശ്വാമിത്രൻ അംഗീകരിച്ചു. ജനകൻ മഹർഷിയോട് യാത്ര പറഞ്ഞ് രാജധാനിയിലേക്ക് പോയി യജ്ഞശാലയിലേക്ക് വില്ലെത്തിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. ശൈവജാപം പൊതുദർശനത്തിന് വെക്കുമെന്ന് വിളംബരം ചെയ്തു. ആവുന്നിടത്തോളം രാജാക്കന്മാരും രാജകുമാരന്മാർക്കും സന്ദേശം എത്തിച്ചു. രാജകുമാരന്മാർക്ക് അതിന് പ്രായഭേദമൊന്നുമില്ല. വയസ്സനാണെങ്കിലും പിന്നെ അത് അംഗീകരിച്ചേ പറ്റിയത് കുട്ടിയെ സീതാദേവിയെ കൊടുക്കും എന്നുള്ള കാര്യം. വില്ല് സൂക്ഷിച്ച പെട്ടി വെച്ച് 8 ചക്രമുള്ള വാഹനം യജ്ഞശാലയിലേക്ക് കൊണ്ടുവരാൻ ഒരു കൂട്ടം മല്ലന്മാർ യത്നം ആരംഭിച്ചു. അവർ അത് വലിക്കുകയും മുന്തുകയും ചെയ്തു. എങ്കിലും അവർക്കതൊരടി പോലും നീക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കൂടുതൽ ശക്തന്മാരെ വിളിച്ചു കൂട്ടേണ്ടി വന്നു. അവരെല്ലാവരും ചേർന്ന് വാഹനത്തെ ഘടിപ്പിച്ച ചങ്ങല വലിച്ചും പിന്നിൽ നിന്ന് തള്ളിയും ഒരു വിധത്തിൽ വലിയ പവിത്രമായ യജ്ഞസ്ഥലത്തെത്തിച്ചു. പുരോഹിതന്മാർ മംഗളപൂർണമായ സ്വാഗതം വരളുന്ന മന്ത്രങ്ങൾ ചൊല്ലി. നേരം പുലർന്നു. പതിവ് പോലെ 9 സംഗീതോപകരണങ്ങൾ ഉയർത്തിയ ശബ്ദം ആകാശത്തിന് മേൽ തട്ടുവരെ എത്തി. എല്ലാ ദിവസവും ഉണ്ടാവുന്ന സംഭവമാണത്. ശംഖധ്വനി തുടർച്ചയായി മുഴങ്ങി. ഗാനങ്ങളിൽ കൂടിയും കർമ്മങ്ങളിൽ കൂടിയും ദിവസത്തിന്റെ ശുഭ സ്വഭാവം പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു കൂട്ടം പുരോഹിതന്മാരാലും ഇന്നിപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഇന്നെന്താ പറയാ, ഗുഡ് മോർണിംഗ് അല്ലേ പറയാ.
സുപ്രഭാതം എന്ന് പറയുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ ഹിന്ദുക്കളിൽ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കൂട്ടം പുരോഹിതന്മാരെല്ലാം ദിവ്യധനുസിന്റെ പൂജയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ വഹിക്കുന്ന പരിജനങ്ങളാലും അനുഗതനായ ജനക ചക്രവർത്തി യജ്ഞശാലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്തിന് മുമ്പ് തന്നെ രാജാക്കന്മാര്, രാജകുമാരന്മാര്, മന്ത്രിമാര്, രാജസ്തുതി പാഠകന്മാര് എന്നുവേണ്ട മഹർഷിമാരെ, വിദ്വാൻമാരെ എന്നിവരെ കൊണ്ട് യജ്ഞശാല നിറഞ്ഞിരുന്നു. നിറയെ ആൾക്കാർ. ജനകൻ കടന്നു വന്നതോടുകൂടി രാജ്യത്തിന്റെ ഭരണാധിപനോടുള്ള ബഹുമാനം പ്രദർശിപ്പിക്കുവാനായി മുഴുവൻ സദസ്യരും എഴുന്നേറ്റ് നിന്നു. വേദപണ്ഡിതന്മാർ അനുഗ്രഹം വർഷിക്കുന്നതിന് ദേവന്മാരുടെ പ്രാർത്ഥനാരൂപത്തിൽ അഭിസംബോധന ചെയ്യുന്ന മന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലി. ആര്? വേദം ചൊല്ലുന്നവര്. അവരുടെ ആശ്ചര്യദ്യോതകമായ ശബ്ദം ഏകദാനത്തിൽ സ്വർഗം വരെ എത്തി. എല്ലാവരും പ്രതീക്ഷാ നിർഭരരായിരുന്നു. അവർ ഒരിക്കലും കണ്ണിമയ്ക്കാതെ മുന്നോട്ട് തന്നെ നോക്കി നിന്നു. ജനകനാണെങ്കിലോ ഭക്തി ആദരവോടെ വില്ല് വെച്ച വാഹനത്തിന്റെ ചുറ്റും നടന്നതിനെ പ്രസാദിപ്പിക്കാനുള്ള സ്തോത്രങ്ങൾ ചൊല്ലുകയാണ്. അത് ചൊല്ലിക്കൊണ്ട് അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയാണ്. ആ ദിവ്യധനുസ്സിന്റെ മുമ്പിൽ അദ്ദേഹം നമസ്കരിക്കുകയാണ്. അനന്തരം വിശിഷ്ട സദസ്സിനു നേരെ തിരിഞ്ഞു നിന്ന് അദ്ദേഹം അറിയിച്ചു: മഹർഷിക്ക് നമസ്കാരം. ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള സർവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ വർഷങ്ങളായി എൻ്റെ പിതാക്കന്മാരും അതുപോലെ തന്നെ മറ്റനേകം രാജാക്കന്മാരും ഈ ദിവ്യധനുസിനെ പൂജിക്കുന്നുവെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതിനു പുറമെ ആരും തന്നെ ദേവനായിക്കോട്ടെ, അസുരനായിക്കോട്ടെ, യക്ഷനോ, രാക്ഷസനോ, ഗരുഡനോ, ഗന്ധർവനോ, കിന്നരനോ, മഹോരകനോ ആയിക്കോട്ടെ, ആരും തന്നെ ഇതുവരെ ഈ വില്ലൊന്ന് പൊക്കുവാനോ നിവർത്തി ഞാൻ കെട്ടുവാനോ പ്രാപ്തരായിട്ടില്ല. പരിശ്രമിച്ചവരെല്ലാം അഭിമാനഭംഗത്തോടെ മടങ്ങുകയാണ് ഉണ്ടായത്. അത് പറയുന്നു ജനക മഹാരാജാവിന്റെ പ്രഭാഷണമാണ്. ഗംഭീരമായൊരു പ്രഭാഷണം, ഒരു പ്രസംഗം. ഇന്ന് ആ വില്ല് യജ്ഞശാലയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ വീണ്ടും തീരുമാനിച്ചു. ഇവിടെ സമ്മേളിച്ചിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഞാൻ കെട്ടിയിട്ട് അതിലൊരസ്ത്രം ചേർക്കുകയോ അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ വില്ലിന്റെ ഭാരം താങ്ങുകയോ ചെയ്യാൻ പ്രാപ്തനാവുന്നുവെങ്കിൽ അവർക്ക് മുമ്പോട്ട് വന്ന സന്ദർഭം പ്രയോജനപ്പെടുത്താം. വില്ല് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ വാക്കുകളോട് ജനകൻ സദസ്സിന് മുമ്പാകെ കൈകൂപ്പി വണങ്ങി സിംഹാസനസ്ഥനാകുന്ന രംഗം. അടുത്തതായിട്ടെന്താ? വിശ്വാമിത്രൻ മന്ദസ്മിതത്തോടുകൂടി രാമനെ ഒന്ന് നോക്കി. ഉടനെ രാമൻ വാഹനത്തെ സമീപിച്ച് ചോദിക്കുകയാണ്. അതാണ്: വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ ചൊല്ല് എന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാം വില്ലെടുക്കുകയും ചെയ്യാം, കൊലക്കുകയും ചെയ്യാം, വലിക്കുകയും ചെയ്യാം. എല്ലാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട. കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. അതാണ് രാമനും പൊന്നുണ്ണി കണ്ണനും തമ്മിലുള്ള വ്യത്യാസം. അത് കംസന്റെ അടുത്ത് ശൈവജാപം പോയി. 11 വയസ്സായ കുട്ടി പോയി ബില്ലെടുക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് എടുത്തു, കുലക്കല്ല് വരുമ്പോഴത്തേക്ക് കുലച്ചു, പൊട്ടിക്കല്ല് വരുമ്പോഴത്തേക്ക് പൊട്ടിച്ചു. അങ്ങനെയല്ല. ബില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ എന്നുള്ള ചോദ്യം വിശ്വാമിത്രനുണ്ട്. വിശ്വാമിത്രൻ പറഞ്ഞ എല്ലാം ആവാം. എന്താണ് വേണ്ടെന്ന് വെച്ചാൽ ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു രാമൻ? ആ വില്ലിനെ ഒരു 3 പ്രദക്ഷിണം വെച്ചു, തൊട്ട് തലയിൽ വെച്ചു, ബഹുമാനിച്ചു. ഉടനെ ഇടത് കൈ കൊണ്ട് അതിൻ്റെ ഇരുമ്പ് മൂടി പൊന്തിക്കുകയും ചെയ്തു. വലത് കൈ കൊണ്ട് ഉത്കണ്ഠയോ ആയാസമോ കൂടാതെ പെട്ടിയിൽ നിന്ന് ഒരാഭരണം പുറത്തെടുക്കുന്നത് പോലെ, പെട്ടിയിൽ നമ്മളിപ്പോൾ ഒരു ആഭരണം എടുക്കൂല, അതുപോലെ വില്ലെടുത്ത് പൊക്കുകയും ചെയ്തു. വില്ല് കുത്തനെ പിടിച്ചെല്ലാ മുഖങ്ങളിലും ആശ്ചര്യം വർഷിച്ചുകൊണ്ട് ചുറ്റും നോക്കുന്ന രംഗം. ഈ അത്ഭുതം കണ്ടു നിന്ന് ആയിരങ്ങള്, പൗരന്മാര്, രാജാക്കന്മാര്, രാജകുമാരന്മാര് എന്ന് വേണ്ട മഹർഷിമാര്, മുതിർന്നവര് ആകാശത്തിൽ പ്രതിധ്വനി തുടർന്നുണ്ടാവുന്ന തരത്തിൽ കരഘോഷം മുഴക്കുകയാണ്.
ഉടനെ രാമൻ ധനുസ്സിന് ഞാൻ മുറുക്കി കെട്ടി സന്തോഷപൂർവ്വം ലാഘവത്തോടെ ഒരമ്പ് ചേർത്ത് അത് അയക്കുന്നതിന് ഞാൻ കാതുവരെ വലിച്ചു. പക്ഷേ പെട്ടെന്ന് വില്ല് ഒടിഞ്ഞു വീഴുകയാണുണ്ടായത്. ഒന്നും അത്ര അയക്കേണ്ടി വന്നില്ല. വലിക്കുന്ന സമയത്തിന് ഡാം പൊട്ടി. അസാധാരണവും അപ്രതീക്ഷിതമായ ധനുഭഞ്ജന ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു, സംഭ്രമിച്ചു, ഭയപ്പെട്ടു. മറ്റു ചിലർ വെപ്രാളം പിടിച്ചോടി. മഹർഷിമാർ ഈശ്വര പ്രാർത്ഥന നടത്തി. എന്തിനിയും വിസ്തരിക്കുന്നു? ജനകൻ, വിശ്വാമിത്രൻ, സഹോദരന്മാരെ രാമലക്ഷ്മണന്മാർ എന്നിവരൊഴിച്ച് ബാക്കി അവിടെ കൂടിയിരുന്നവരെല്ലാം പറഞ്ഞറിയിക്കാനാവാതെ, വിവരിക്കാനാവാതെ, ആശ്വസിപ്പിക്കാൻ അസാധ്യവുമായ കൊടുംഭീതിയിൽ നിമജ്ജിതരായ രംഗം. ഇതിനിടയിൽ എന്ത് സംഭവിച്ചെന്നോ? ജനകൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് വിശ്വാമിത്രന്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഒരു രാമനുള്ളതിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ടെന്ന് അവകാശപ്പെടാൻ ഈ ഭൂമിയിൽ ആരുമില്ല. ഭൗമമല്ല ഈ ശക്തി. ഞാൻ പ്രതിജ്ഞ നിറവേറ്റാം. വില്ലെടുത്തുയർത്തി വളച്ചു പൊട്ടിച്ചവന് ഞാൻ സീതയെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് സന്തോഷാശ്രുക്കളോടുകൂടി ജനക മഹാരാജാവ് പറയുകയാണ്. വിശ്വാമിത്രൻ പറഞ്ഞു, ജനക, ആ വാർത്ത ദശരഥ ചക്രവർത്തി അറിയിക്കുകയും അദ്ദേഹം വന്നതിന് ശേഷം ഈ ശുഭസംഭവം ആഘോഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞു. രാമൻ പിതാവിനെ അനുസരിക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ദശരഥൻ അംഗീകാരം നൽകുന്നതുവരെ രാമൻ വിവാഹത്തിന് സമ്മതിക്കുകയില്ല. രാമനെ കുറിച്ച് ശരിക്കും ഇത്ര വളരെ ചെറിയ നാള് കൊണ്ട് തന്നെ വിശ്വാമിത്രൻ മനസ്സിലായിട്ടുണ്ട്. അത് കേട്ട ജനകൻ ചില മന്ത്രിമാരെയും ബ്രാഹ്മണരെയും വിളിച്ചു. പിറ്റേന്ന് പുലർച്ചയ്ക്ക് തന്നെ അയോധ്യയിലേക്ക് യാത്ര ചെയ്യാൻ ചട്ടം കെട്ടി. അതിവേഗം ഓടുന്ന കുതിരകളെ പൂട്ടിയ രഥത്തില് അവർ യാത്ര ചെയ്തു. 3 രാവും 3 പകലും യാത്ര ചെയ്തു. 4-ാം ദിവസം, അത്രയും ദിവസം ഈ രാമലക്ഷ്മണന്മാർക്ക് ഇവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടേണ്ടി വന്നു. വിശ്വാമിത്രനും രാവിലെ അയോധ്യയിലെത്തി. രാജധാനിയുടെ പ്രധാന കവാടത്തിന്റെ മുമ്പിൽ തന്നെ രഥങ്ങൾ നിർത്തി. കഴിയുന്നതും വേഗം കാവൽഭടന്മാർ ചക്രവർത്തിയെ വിവരം അറിയിക്കുകയായിരുന്നു ലക്ഷ്യം. കാവൽഭടന്മാരെ അവരുടെ പേരും ആഗമനത്തിന്റെ ഉദ്ദേശവും അന്വേഷിച്ചു. അല്ലാതെ വരുന്നവരിൽ നിന്ന് അങ്ങനെ കയറ്റിക്കൂടല്ലോ. അതുകൊണ്ട് തങ്ങൾ മിഥിലയിൽ നിന്നും വരുന്നതാണെന്നും ചക്രവർത്തിയെ കാണേണ്ടതുണ്ടെന്നും അദ്ദേഹത്തെ അറിയിക്കാൻ അവർ അപേക്ഷിച്ചു. ഭടന്മാർ അതിവേഗം ദശരഥന് വിവരം അറിയിച്ചു. ഒട്ടും താമസിയാതെ രാജധാനിയിൽ ചക്രവർത്തിയുടെ സന്നിധിയിലേക്ക് അവരാനയിക്കുകയാണ്. മിഥിലയിലെ ബ്രാഹ്മണരും മന്ത്രിമാരും ദശരഥനെ സിംഹാസനത്തിൽ കണ്ടപ്പോൾ വാർദ്ധക്യമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൽ ദിവ്യപ്രകാശം പ്രസരിക്കുന്നതായി തോന്നി. ഓജസ്സുള്ളതും ആദരവർഹിക്കുന്നതുമായ അദ്ദേഹത്തിന് മുമ്പിൽ നിന്നപ്പോൾ അവർ മടിയോ മറച്ചുവെക്കലോ കൂടാതെ നമസ്കരിച്ചു. അവിടുന്ന് മിഥിലയിൽ നിന്ന് വന്ന ഒരു ബ്രാഹ്മണര് പോലും അവർ എഴുന്നേറ്റു നിന്ന് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ മിഥിലാ ചക്രവർത്തിയായ ജനകന്റെ ദൂതന്മാരാണ്. അങ്ങയുടെയും രാജ്യത്തിന്റെയും ക്ഷേമം അന്വേഷിച്ചറിയാൻ മിഥിലാ ചക്രവർത്തി ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ അംഗീകാരത്തോടുകൂടി രാജഗുരുവായി മഹാനായ ശതാനന്ദന്റെ സമ്മതത്തോടുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങയെ അറിയിക്കുന്നതിനായി ജനക മഹാരാജാവിനാൽ അയക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ആ സമയത്ത് ദശരഥന്റെ മുഖം മന്ദസ്മിതത്താൽ പ്രകാശിതമായി. അദ്ദേഹത്തിന്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. മിഥിലയിൽ നിന്നും എത്തിയ നിവേദക സംഘത്തിന്റെ വിനയവും അതുപോലെ തന്നെ അവരുടെ സ്വഭാവവും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓ ബ്രാഹ്മണോത്തമന്മാരെ, മിഥിലാ രാജ്യത്തെ മന്ത്രിമാരെ, അയോധ്യ രാജ്യത്തിന്റെ ഭരണത്തിൽ യാതൊരു പോരായ്മയുമില്ല. ഇതുവരെ അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങൾക്ക് എവിടെയും യാതൊരു വിഘ്നവുമില്ല. എൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനോ അതുപോലെ സുഖങ്ങൾക്കോ യാതൊരു കുറവുമില്ല. അവരുടെ ധാർമ്മികവും ആധ്യാത്മികവുമായ പുരോഗതിയുടെ പാതയിൽ യാതൊരിടത്തു നിന്നും ഇതുവരെ യാതൊരു വിഘ്നവും ഉണ്ടായിട്ടില്ല. എൻ്റെ പ്രജകൾ ഐശ്വര്യമുള്ളവരാണ്. ഏറ്റവും ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് അവർ അചഞ്ചലരായി മുന്നേറുകയാണ്. എനിക്കിതെല്ലാം നിങ്ങളോട് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. മിഥിലാ ചക്രവർത്തിയായ ജനകന്റെ ആരോഗ്യത്തെയും
ക്ഷേമത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ വേദോക്തമായ കർമ്മങ്ങളുടെ തടസ്സം കൂടാതെയുള്ള അനുഷ്ഠാനത്തെയും കുറിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സന്ദേശം യാതൊന്നും മറച്ചു വെക്കാതെ എന്നെ അറിയിക്കാവുന്നതാണ്. അത് കേൾക്കാൻ എനിക്ക് ഉത്കണ്ഠയുണ്ട് എന്ന് നമ്മുടെ ദശരഥ മഹാരാജാവ് പറയുന്ന രംഗത്തിലാണ് നമ്മളിന്ന് അതർപാദത്തിലെ ഇന്നത്തെ കഥ സമർപ്പിക്കുന്നത്. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. വേദാന്ത വേദവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. ശ്രീരാമചന്ദ്ര പ്രഭു പാഹി പാഹി. ആഞ്ജനേയ സ്വാമിക്ക് ജയ.